അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തെ ചുറ്റിപ്പറ്റി ഇന്ന് പല ചർച്ചകളും ശക്തമായി സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ആ ചർച്ചകളിൽ ചിലപ്പോൾ ഇറാനിലെ റാഫിലി ഷഈസത്തിൻ്റെ കുഫറും ബിദ്അത്തുകളും അഹ്ലുസുന്നത്തിനോടുള്ള അവരുടെ ആഴത്തിലുള്ള വൈര്യവും സ്വഹാബികളോടുള്ള അവരുടെ വെറുപ്പും അമർഷവും ഇതെല്ലാം തുറന്നു പറയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് മറ്റൊരു ശബ്ദം കേൾക്കാൻ സാധിക്കുകയാണ്. ആ ശബ്ദത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: ഈ വക വിഷയങ്ങളൊന്നും ഷിഈസത്തിൻ്റെ ആളുകൾ ഉൾക്കൊള്ളാൻ തടസ്സമായി കൂടാ. അവർ മുസ്ലിങ്ങളാണ്, അവരുടേത് മുസ്ലിം രാജ്യമാണ്. ഇതാണ് ശബ്ദത്തിൻ്റെ ഉള്ളടക്കമായി നമ്മൾ കേൾക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു സന്ദേശം അത് ആളുകളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ശബ്ദമായി ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ള ഷമീർ വടകര എന്ന സഹോദരൻ ഇമാം ബുഖാരിയിലെ ഒരു ഹദീസും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നിവേദകന്മാരിൽ ഒരാൾ അദ്ദേഹം ഷിഈകളിൽപ്പെട്ട റാഫിലിയാക്കളിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു. മുൻഗാമികളായ ഇമാം ബുഖാരി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർക്കൊന്നും ഷിഈകളെ ഉൾക്കൊള്ളാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഷമീർ വടകര അവിടെ സംസാരിക്കുന്നത്. ഏറെ തെറ്റിദ്ധാരണ പരത്തുന്ന ആ സംസാരം ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ഷംസുദ്ദീൻ ദഹബിയുടെ സിയറു അലാമിൻ നുബല 9-ാം വോള്യം 553 പേജ് നമ്പർ 215 തർജുമ നമ്പർ ഉബൈദുല്ലാഹിബിനു മൂസ. ആരാണ് ഉബൈദുല്ലാഹിബിനു മൂസ? ഇത് സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിലെ 8-ാം നമ്പർ ഹദീസ്. നമുക്കൊക്കെ അറിയാവുന്ന ഹദീസ്. ഇസ്ലാം 5 കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ? ഷഹാദത്ത് കലിമ, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നോമ്പ്. പക്ഷെ ഇതിന്റെ സനദാരാണ്? ഹദ്ദസന ഉബൈദുല്ലാഹിബിന് മൂസ. ഹദ്ദസന ഉബൈദുല്ലാഹിബിന് മൂസ. ആരാണ് ഉബൈദുല്ലാഹിബിന് മൂസ? നമുക്ക് ഹാഫിദ് ഷംസുദ്ദീൻ ദഹബിയുടെ സിയറു അലാമിൻ നുബലായി തന്നെ പോവാം. ഉബൈദുല്ലാഹിബിന് മൂസ അൽ ഇമാമുൽ ഹാഫിദ് അൽ ആബിദ്. തൊട്ടടുത്ത പേജിൽ പറയാണ് അദ്ദേഹം അവ്വലു മൻ സന്നഫൽ മുസ്നദ് അലാ തർതീബി സഹാബത്തി ബിൽ കൂഫ. അഹമ്മദ് ഹംബൽ കുറച്ചേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, കാരണം അദ്ദേഹത്തിന്റെ ബിദ്അത്തിനോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. അങ്ങനെയുള്ള ഉബൈദുല്ലാഹിബിൻ മൂസ ആരാണ്? റവ അൻഹുൽ ബുഖാരിയു. അദ്ദേഹത്തിന്റെ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫി സഹീഹ്. നമ്മൾ കണ്ടല്ലോ സഹീഹിൽ. ഇബ്നു മഈൻ അദ്ദേഹത്തെ സിഖത്തിൽ പെടുത്തിയിരിക്കുന്നു. 6 ഹദീസ് ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിന്റെ ഹദീസ് ഉണ്ട്. അബൂ ഹത്തീം പറഞ്ഞു സിഖത്തുൻ സദൂഖുൻ, വളരെ വിശ്വസ്തനാണ് അദ്ദേഹം. കാന ശീഇയ്യൻ മുഹ്തരിക്കൻ, മറ്റുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ഷിയായിരുന്നു അദ്ദേഹം. വക്കാന മഅറൂഫൻ ബിർ റഫ്ളി, റാഫിദിയാക്കളിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. ലം യദഅ അഹദൻ ഇസ്മുഹു മുആവിയ യദ്ഖുലു ദാറഹു, മുആവിയ എന്ന പേരുള്ള ഒരാളെയും അദ്ദേഹം വീട്ടിൽ കയറാൻ അനുവദിച്ചിട്ടില്ല. മുആവിയ എന്ന പേരുള്ള ഒരാളെയും അദ്ദേഹം വീട്ടിൽ കയറ്റാറില്ല. അങ്ങനെയുള്ള ഉബൈദുല്ലാഹിബിൻ മൂസ, മറ്റുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ഷിയ, റഫ്ളിൽ പ്രസിദ്ധനായ റാഫിലി, അങ്ങനെയുള്ള ആളെയാണ് വിശ്വസ്തനാണ് എന്നതുകൊണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റാവിയായി കൊണ്ടുവന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ട ഈ ഒരു വിശദീകരണം മുഴുവൻ അത് സത്യസന്ധമായ ഒരു അവതരണമല്ല. ഷിഈസത്തോട് ബന്ധമുള്ള ചില റാവിമാരിൽ നിന്ന് നമ്മുടെ മുൻഗാമികളായ ഇമാമുമാർ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അതിനെ ഇന്നത്തെ റാഫിലി ഷിഈസത്തെയും അതിൻ്റെ വ്യതിയാനങ്ങളെയും ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് യഥാർത്ഥത്തിൽ വലിയ അബദ്ധമാണ്, അത് വഞ്ചനയാണ്. കാരണം സലഫുകളുടെ കാലത്ത് തശയ്യോ എന്ന് പറഞ്ഞതിന് ഒരു പ്രത്യേക സാങ്കേതികമായ അർത്ഥമുണ്ടായിരുന്നു. അത് ഇന്ന് നാം കാണുന്ന സ്വഹാബികളെ ആക്ഷേപിക്കുന്ന, സ്വഹാബികളെ നിന്ദിക്കുന്ന, ബിദ്അത്തിലും അതുപോലെ തന്നെ അതിരുകടന്ന വിശ്വാസ വൈകല്യങ്ങളുമൊക്കെ ആയിക്കൊണ്ട് മുങ്ങിക്കുളിച്ച ഇന്നത്തെ റാഫിലിയാക്കളോട് വിശ്വാസമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് അജ്ഞതയാണ്. ഇനി ആരെങ്കിലും അത് മനസ്സിലാക്കി ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ അത് വലിയ ഒരു അനീതിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സഹോദരങ്ങളെ, ഷിഈകളായി അറിയപ്പെട്ട റാവിമാരിൽ നിന്ന് ഇമാമിങ്ങൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വിഷയം അത് ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മുബ്തദിയായ റാവിയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയം
അതേപോലെ തന്നെ പണ്ഡിതന്മാർ ഉപയോഗിച്ച സാങ്കേതിക പ്രയോഗങ്ങൾ ശരിയായ രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം വിശദീകരിച്ചത് കൊണ്ടോ വലിയ അബദ്ധമാണ് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറാനിലെ റാഫിലിയാക്കളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജമാഅത്തിൻ്റെ സഹോദരൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പൂർവ്വസൂരികളുടെ കാലത്ത് ഷിഈസം എന്നൊക്കെ പറയുന്നത് അതിന് അവർക്കിടയിലുള്ള പ്രത്യേകമായ ചില ധാരണകളും അർത്ഥവുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന റാഫിലിയാക്കളുടെ ഷിഈസമോ അല്ലെങ്കിൽ റഫുലോ ഒന്നുമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം കൃത്യമായി അതിൻ്റെ അർത്ഥവും വിശദീകരണങ്ങളും ഹദീസ് പണ്ഡിതന്മാർ ജറഹ് തഅദീലിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ റാവിമാരെ സംബന്ധിച്ചുള്ള ജറഹ് തഅദീലിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തഹദീബ് ഫി റിജാലിൽ ഹദീസ്. ഈ ഗ്രന്ഥത്തിൻ്റെ 1-ാം വാളിയത്തിൽ 89-ാമത്തെ പേജിൽ തശയ്യുഉള്ള ഒരു റാവിയുടെ ജീവചരിത്രത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നുണ്ട്, ഫത്തശയ്യുഉ ഫി ഉർഫിൽ മുതഖദ്ദിമീന ഹുവ ഇഅ്തിഖാദു തഫ്ളീലി അലിയ്യിൻ അലാ ഉസ്മാൻ. പൂർവികരായ പൗരാണികരായ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം തശയ്യു എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി റളിയല്ലാഹു അൻഹുവിന് ഫളിലുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന വിശ്വാസമാണ്. വ അന്ന അലിയൻ കാന മുസീബൻ ഫി ഹുറൂബിഹി. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു തൻ്റെ യുദ്ധങ്ങളിൽ ശരിയായ നിലപാടിലായിരുന്നു എന്നും വ അന്ന മുഖാലിഫഹു മുഖ്തിഉൻ, അദ്ദേഹത്തെ എതിർത്തവൻ തെറ്റിലായിരുന്നു എന്നും, അതായത് അലി റളിയല്ലാഹു അൻഹുവിന് എതിരായി നിന്ന മുആവിയ റളിയല്ലാഹു അൻഹുവും കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്വഹാബിമാരും അവരൊക്കെ അബദ്ധം സംഭവിച്ചവരാണ്, ഹക്കിന് എതിരായി നിന്നവരാണ്. മഅ തഖ്ദീമി ശൈഖൈനി വ തഫ്ളീലിഹിമാ, അതോടൊപ്പം ഷെയ്ഖുമാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും മുൻഗണന നൽകുകയും അവരെ ശ്രേഷ്ഠരായി കാണുകയും ചെയ്തുകൊണ്ട്, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ആദരിച്ചുകൊണ്ട് അവരുടേതായ സ്ഥാനം നൽകിക്കൊണ്ടുമുള്ള നിലപാടാണ് പൂർവികരായ ഷിയകളുടെ നിലപാട്. വറുബ്ബമ യഅ്തഖദ ബഅ്ളുഹും അന്ന അലിയൻ അഫ്ളലുൽ ഖൽഖി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ന്യൂനപക്ഷമായ ചിലർക്ക്, അതായത് റാവിമാർക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ അലി റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നും വിശ്വസിച്ചിരിക്കാം. വഇദാ കാന മുഅ്തഖിദു ദാലിക വറിഅൻ ദയ്യിനൻ സ്വാദികൻ മുജ്തഹിദൻ, അത്തരം വിശ്വാസമുള്ള ആൾ സൂക്ഷ്മഭക്തിയുള്ളവനും മതനിഷ്ഠയുള്ളവനും സത്യസന്ധനും പരിശ്രമശാലിയുമായിരുന്നാൽ ഫലാ തുറദ്ദു റിവായത്തുഹു ബിഹാദ, ആ കാരണത്താൽ, അതായത് മുമ്പ് പറഞ്ഞ ആ കാരണത്താൽ മാത്രം അയാളിൽ നിന്നുള്ള റിവായത്ത് തള്ളപ്പെടുകയില്ല. ലാ സിയ്യമ ഇൻ കാന ഗൈറ ദാഇയത്തിൻ, പ്രത്യേകിച്ച് അവൻ തൻ്റെ ആശയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനല്ല എങ്കിൽ. വഅമ്മ തശയ്യുഉ ഫി ഉർഫിൽ മുതഅഖിരീന ഫഹുവ റഫ്ളുൽ മഹ്ദൂ, എന്നാൽ പിൻഗാമികളായ പണ്ഡിതന്മാരുടെ തശയ്യു എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായ റഫ്ളാണ്. ഫലാ തുഖ്ബലു റിവായത്തു റാഫിലിൽ ആലി വലാ കറാമത, അതുകൊണ്ട് തന്നെ അതിരുകവിഞ്ഞ റാഫിലിയാക്കളുടെ റിവായത്ത് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല, അവന് ഒരു വിലയും കൽപ്പിക്കപ്പെടില്ല. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹോദരങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇറാനിലും മറ്റുമൊക്കെ കാണുന്ന ഇസ്നാശരിയയുടെ റഫുൽ എന്ന് പറഞ്ഞാൽ റഫുൽ മഹ്ലാണ്, പരിപൂർണമായ റഫുലാണ്. അവരിൽ നിന്ന് ഒരു റിവായത്തും സ്വീകരിക്കപ്പെടാൻ പറ്റില്ല എന്നാണ്. ഇത് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള, പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വിഷയമാണ്. സലഫുകളുടെ കാലത്തുള്ള റഫുൽ അത് തശയ്യു യസീറാണ്, ലഘുവായ തശയ്യു ആണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ഷിഈസം എന്ന് പറയുന്നത്, റാഫിലിയ വിശ്വാസം എന്ന് പറയുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ മറ്റു ഒരുപാട് സഹാബികൾ, അവരെയൊക്കെ പാടെ ആക്ഷേപിക്കുകയും ബഹുഭൂരിഭാഗം വരുന്ന സഹാബിമാർ മുർത്തദ്ദീങ്ങളാണ് എന്ന് ജൽപ്പിക്കുകയും മുസ്ലിങ്ങളായിക്കൊണ്ട് വളരെ കുറഞ്ഞ സഹാബിമാർ മാത്രമാണ് അവശേഷിച്ചിരുന്നത് എന്ന് പ്രചരിപ്പിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ മക്കളിലാണ് ഇമാമത്ത് നിലനിൽക്കുന്നത്, അവരെല്ലാം മഅ്സൂമുകളാണ്, ഇങ്ങനെയുള്ള വാദങ്ങളൊന്നും മുൻകാലക്കാരായ ഷിഈകളിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തശയ്യു എന്നും റഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു അർത്ഥമല്ല മുതഖദ്ദിമീങ്ങളായ പണ്ഡിതന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വഹാബികൾ മുർത്തദ്ദീങ്ങളാണ് എന്നോ
അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും സത്യനിഷേധികളുടെ രണ്ട് വിഗ്രഹങ്ങളാണ് എന്ന ഒരു വാദമൊന്നും ആ കാലഘട്ടങ്ങളിലുള്ള ഷിഈകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവിനോട് എതിർത്ത വിഭാഗക്കാർ അവരൊക്കെ തെറ്റുകാരാണ്. അങ്ങനെ വരുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ ദൃഷ്ടിയിൽ വലിയ അബദ്ധം സംഭവിച്ചിട്ടുള്ള മുൻപന്തിയിലുള്ള ആളാണ് എന്നാണ് അവർ കരുതിപ്പോന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു രാഷ്ട്രീയപരമായ എതിർപ്പും ദേഷ്യവും അനിഷ്ടവും തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജമൽ യുദ്ധ സമയത്ത് സ്വഹാബികൾ പരസ്പരം ചേരിതിരിഞ്ഞപ്പോൾ അതൊന്നും ഒരിക്കലും അവരുടെ ദീനിയായിട്ടുള്ള കാര്യങ്ങളെ ബാധിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് മനസ്സിൽ രാഷ്ട്രീയമായ നിലപാടിലുള്ള ആ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച വ്യക്തി ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചതുപോലെ ഇത്തരം വിശ്വാസമുള്ള ആളുകൾ മതത്തിൽ ഭക്തിയുള്ളവനും സത്യസന്ധനുമൊക്കെയാണ് എങ്കിൽ അവരിൽ നിന്നുള്ള റിവായത്ത് തള്ളപ്പെടുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അതിര് കവിഞ്ഞ റാഫിലിയാക്കളുടെ അവസ്ഥയാണ് ഒരു വ്യക്തിക്കുള്ളത് എങ്കിൽ അവരുടെ റിവായത്ത് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം അവർ മറ്റു സ്വഹാബികളെയൊക്കെ എഴുത്തുകയും കാഫിറാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതിരുവിട്ട റാഫിലത്തിൻ്റെ വക്താക്കളാണ് അവർ. സഹോദരങ്ങളെ, റഫലിൻ്റെ മാനദണ്ഡം കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതായത് എപ്പോഴാണ് ഒരാളെ റാഫിലി എന്ന് പറയാൻ പറ്റുക. അതുപോലെ തന്നെ ഉലാത്തു റവാഫിദുണ്ട്, അതിരു കവിഞ്ഞ റാഫിലിയാക്കൾ. ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സീറ അലാമിൻ നുബലായിൽ 16-ാം വാള്യം 457-458 പേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ദാറുഖുത്നിയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലൈസ തഫ്ദീലു അലിയിൻ ബിറഫ്ലിൻ വലാ ഹുവ ബിബിദ്അത്തുൻ. അതായത് അലി റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠനാക്കുന്നത് അത് റഫ്ലുമല്ല ബിദ്അത്തുമല്ല. ബൽ ഖദ് ദഹബ ഇലൈഹി ഖൽഖും മിനസ് സ്വഹാബത്തി വത്താബിഈന. ഒരു കൂട്ടം സ്വഹാബികളും താബിഉകളും ആ ഒരു അഭിപ്രായത്തിലേക്ക് പോയിട്ടുണ്ട്. ഫകുല്ലും മിൻ ഉസ്മാന വ അലിയിൻ ദൂ ഫളിൻ വസാബിഖത്തിൻ വജിഹാദിൻ. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകട്ടെ അലി റളിയല്ലാഹു അൻഹു ആകട്ടെ അവർക്കൊക്കെ ശരിക്ക് ശ്രേഷ്ഠതയുണ്ട്. അതേപോലെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകളാണ്. അതേപോലെ ജിഹാദിലൊക്കെ അടിയുറച്ചു നിന്ന ആളുകളാണ്. വഹുമാ മുതകാരിബാനി ഫിൽ ഇൽമി വൽ ജലാലാത്ത്. ഇൽമിൻ്റെയും മഹാത്മ്യത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അവർ അടുത്തവരാണ്. വലഅല്ലഹുമാ ഫിൽ ആഖിറത്തി മുതസാവിയാനി ഫിദ് ദറജതി. അവർ പരലോകത്ത് ദറജയുടെ കാര്യത്തിൽ ഒരേപോലെയാകാൻ സാധ്യതയുണ്ട്. വഹുമാമിൻ സാദത്തി ഷുഹദാഇ റളിയല്ലാഹു അൻഹുമാ. ഷുഹദാക്കളുടെ നേതാക്കന്മാരിൽപ്പെട്ടവരാണ് ഈ രണ്ടാളുകളും. രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. വലാകിന്ന ജുംഹൂറൽ ഉമ്മത്തി അലാ തർജിഇ ഉസ്മാന അലൽ ഇമാമി അലിയിൻ. എന്നാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രബലമാക്കുന്ന വീക്ഷണത്തിലാണ്. വഇലൈഹി നദ്ഹബു. അതാകുന്നു നമ്മുടെയും വീക്ഷണം. വൽ ഖത്ബു ഫീ ദാലിക യസീറുൻ. അത് സംബന്ധിച്ച കാര്യം വളരെ ലളിതമാണ്. ആ വിഷയത്തിൽ പ്രശ്നം അത്ര ഗുരുതരമല്ല. വൽ അഫ്ളലു മിൻഹുമാ ബിലാ ശക്കിൻ അബൂബക്രിൻ വ ഉമർ. ആ രണ്ടുപേരെക്കാളും ശ്രേഷ്ഠത യാതൊരു സംശയവുമില്ല, അത് അബൂബക്കറും ഉമറുമാണ്. മൻ ഖാലഫ ഫീ ഹാദാ ഫഹുവ ശീഇയ്യുൻ ജലദിൻ. ഈ വിഷയത്തിൽ വല്ലവനും എതിരായി നിന്നാൽ, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനുമാണ് ശ്രേഷ്ഠതയുള്ളത് എന്ന വിഷയത്തിൽ വല്ലവനും എതിരായി നിന്നാൽ അവർ ഉറച്ച ശീഇയാണ്. വമൻ അബ്ഗള ശൈഖൈനി വഅതഖദ സിഹ്ഹത ഇമാമതഹുമാ ഫഹുവ റാഫിലിയ്യുൻ മഖീതുൻ. എന്നാൽ രണ്ട് ഷേഖുമാരെ വെറുക്കുകയും, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വെറുക്കുകയും അവരുടെ ഇമാമത്ത് അഥവാ അവരുടെ ഖിലാഫത്ത് സ്വഹീഹാണ് എന്ന് കരുതുന്നവർ അവർ വെറുപ്പുളവാക്കുന്ന റാഫിലിയാണ്. വമൻ സബ്ബഹുമാ വഅതഖദ അന്നഹുമാ ലൈസ ബിഇമാമ ഹുദൻ ഫഹുവ മിൻ ഉലാത്തി റാഫിലത്തി. അവരിരുവരെയും ശപിക്കുകയും, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ആക്ഷേപിക്കുകയും അവരിരുവരും സന്മാർഗത്തിൻ്റെ നേതാക്കളല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ അതിരുവിട്ട റാഫിലികളുടെ കൂട്ടത്തിലാണ്. അബഅദഹുമുല്ലാഹ്. അള്ളാഹു അവരെ വിദൂരപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഇറാനിലെ റാഫിലി ഷിയകളിൽ കാണുന്ന അതികഠിനമായ ശിർക്കും ഖുറാഫാത്തുകളും രൂപം കൊണ്ടതിന് എത്രയോ മുമ്പുണ്ടായിരുന്ന റാഫിലികളെ സംബന്ധിച്ചാണ് ഇവിടെ പണ്ഡിതന്മാർ ഈ വിശദീകരണം മുഴുവൻ നൽകിയിട്ടുള്ളത്. ഇന്നത്തെ റാഫിലികൾ മുമ്പുള്ളവരേക്കാൾ എത്രയോ അധംപതിച്ച ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
പ്രത്യേകിച്ച് ഉബൈദിയ്യ ഫാത്തിമിയ്യ ഖിലാഫത്തിന് ശേഷം അവരുടെ ആശയങ്ങളിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ ആചാരങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇന്ന് കടന്നുകൂടിയിട്ടുള്ളത്. ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഷമീർ വടകര ഇറാൻ സ്നേഹം തലക്ക് പിടിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിൻ്റെ പോരാളികളായി ചിത്രീകരിക്കാൻ വേണ്ടി വിഫലമായ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ സലഫുകളുടെ കാലഘട്ടത്തിലെ ഷിയകളും അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന ഷിയകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് എന്താണ് എന്ന് IPH പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഷിയഈ പണ്ഡിതനായ ഡോക്ടർ മൂസ അൽ മൂസഫി രചിച്ച അഷിയഅത്തു വ തസ്ഹീഹ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം ജമാഅത്ത് ഇസ്ലാമിയുടെ അറിയപ്പെട്ട പണ്ഡിതൻ EN ഇബ്രാഹിം മൗലവി വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ വിവർത്തകക്കുറിപ്പിൽ EN ഇബ്രാഹിം മൗലവി എഴുതിയ ഒരു ഭാഗം ആദ്യം നമുക്ക് വായിക്കാം. പ്രസിദ്ധ ഷിയഈ പണ്ഡിതൻ ഡോക്ടർ മൂസ അൽ മൂസവിയാണ് ഗ്രന്ഥകർത്താവ്. ഷിയകളിലെ ഇമാമി വിഭാഗത്തെ ഇതിൽ അദ്ദേഹം പരിശോധന വിധേയമാക്കുന്നു. വീട്ടുകാരനാണല്ലോ വീട്ടിലുള്ളത് നന്നായി അറിയുക. ഷിയഈ കാഴ്ചപ്പാടിനെ ഒരു ഷിയഈ പണ്ഡിതൻ തന്നെ വിമർശന വിധേയമാക്കുമ്പോൾ അത് ഒരു സുന്നി പണ്ഡിതൻ പഠിച്ചെഴുതുന്നതിലേറെ വസ്തുനിഷ്ഠവും സത്യസന്ധവുമായിരിക്കും. ഇനി സഹോദരങ്ങളെ, മൂസ അൽ മൂസാവി പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ പരിശോധിക്കാം. ഈ ഗ്രന്ഥത്തിൻ്റെ 27-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും, ഷിയകളിലെ സൈദി വിഭാഗം ദശലക്ഷങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണവർ. നബിക്കു ശേഷം അലിക്കായിരുന്നു ഖിലാഫത്തിന് അർഹത എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നിട്ടും അവർക്കും അഹ്ലുസുന്നത്തിനും ഇടക്ക് ഐക്യവും സാഹോദര്യവും സ്നേഹവുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇമാമി ഷിയകളും ഇതര ഇസ്ലാമിക വിഭാഗങ്ങളും തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാനം ഖിലാഫത്തല്ലെന്ന് വരുന്നു. പിന്നെയോ ഖുലഫാ റാഷിദുകളോടുള്ള ഷിയകളുടെ സമീപനവും അവരുടെ നേരെയുള്ള ഭർസനവുമാണ് അതിന് കാരണം. സൈദികളിലും മറ്റു വിഭാഗങ്ങളിലും നാം കാണാത്ത ഒരു കാര്യമാണത്. ഇമാമികൾ സൈദികളുടെ നിലപാട് കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഭിന്നത കുറയുകയും ശൈഥല്യത്തിൻ്റെ വ്യാപ്തി ചുരുങ്ങുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇമാമി പക്ഷം ഖുലഫാ റാഷിദുകളെ ഭർസിക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുന്നു. യഥാർത്ഥ കുഴപ്പം അതാണ്. സഹോദരങ്ങളെ, ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത തരത്തിലാണ് ഷിയഈ പണ്ഡിതനായ മൂസ അൽ മൂസാവി ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂസ അൽ മൂസാവി എഴുതിയ അടുത്ത കാര്യം 31-ാമത്തെ പേജിൽ എഴുതിയത് നമുക്കൊന്ന് വായിക്കാം. ഷിയകൾ ഖുലഫാ റാഷിദുകളുടെയും വിശ്വാസികളുടെ മാതാക്കളിൽ ചിലരെയും അധിക്ഷേപിച്ചു തുടങ്ങിയതോടെ അത് കൂടുതൽ തീക്ഷ്ണവും രൂക്ഷവുമായി തീർന്നു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നേരെ പ്രയോഗിക്കാൻ പാടില്ലാത്തത്ര കടുത്തതും മൂർച്ചയേറിയതുമായിരുന്നു ഈ അധിക്ഷേപ വർഷം. ഒരു ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് പ്രവാചകൻ്റെ സഹചാരികൾക്കും അവിടുത്തെ പത്നിമാർക്കും നേരെ വരാൻ പാടില്ലാത്തത് എന്ന പ്രശ്നം പിന്നെയല്ലേ. പ്രവാചക സഹചരന്മാർക്ക് മുസ്ലിം മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. പ്രവാചക പത്നിമാരെ വിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വിശ്വാസ ചിന്താ വഴിത്താരകളിൽ ഇരു വിഭാഗങ്ങളുടെയും അഭിപ്രായാന്തരങ്ങൾക്ക് തുല്യതയില്ലായ്മ പ്രകടമാണ്. ഇസ്ലാമിക വിഭാഗങ്ങൾ എല്ലാം തന്നെ അലിയെ സ്നേഹിക്കുന്നുണ്ട്. മുൻഗാമികളായ ഖുലഫാ റാഷിദുകളോടുള്ളത് തന്നെയാണ് അദ്ദേഹത്തോടുമുള്ള അവരുടെ സമീപനം. പ്രവാചക കുടുംബത്തെയും അവർ ആദരിക്കുന്നു. അവർക്കു വേണ്ടി രാപ്പകലുകളിലെ നമസ്കാരങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നുമുണ്ട്. എന്നാൽ ഖുലഫായിൻ്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടാണ് ഷിയകൾക്കുള്ളത്. ധാർഷ്ട്യം നിറഞ്ഞ കടുത്ത തെറി പറച്ചിലിൻ്റെ സമീപനം. സഹോദരങ്ങളെ, ഈ ഒരു ഗ്രന്ഥത്തിൽ ഷിയകൾ മതത്തിൽ കടത്തിക്കൂട്ടിയ ഒരുപാട് വിവരങ്ങൾ ഗ്രന്ഥകർത്താവ് വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്നതിന് പകരം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള സമരത്തെ ഒരു തരം ആരാധനാഭ്രമത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അവർ അതിനിടയിൽ മറന്നുപോകുന്ന ഒന്നാണ് ആദർശ പ്രതിബദ്ധത എന്നത്. അതിൻ്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഗ്രന്ഥത്തിൻ്റെ വിവർത്തകനായ EN ഇബ്രാഹിം മൗലവി എഴുതിയ വിവർത്തക കുറിപ്പിൽ നിന്ന് ഒരു ഭാഗം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. സാമ്രാജ്യത്വത്തിനെതിരിൽ ഇസ്ലാമിക നവജാഗരണം രൂപപ്പെടുത്തുമ്പോഴും ആദർശ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും അവിടുത്തെ പത്നിമാരെയും കുറിച്ചുള്ള ധാരണകളിലും കാഴ്ചപ്പാടുകളിലും ശരിയുടെയും വസ്തുതയുടെയും വഴിയെ നീങ്ങണമെന്ന നിർബന്ധ ബുദ്ധി കൂടിയേ തീരൂ. സഹോദരങ്ങളെ, ഈ നിർബന്ധ ബുദ്ധിയാണ് ഇന്നും സലഫികളെ ആദർശപരമായ വിഷയത്തിൽ ഹക്കിൽ പിടിച്ചു നിർത്താൻ വേണ്ടി എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു നിർബന്ധ ബുദ്ധിയും വസ്തുനിഷ്ഠമായ ജാഗ്രതയും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വെള്ളത്തിൽ വരച്ച ഒരു വര പോലെയാണ് എന്നതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം.
യുദ്ധത്തിൻ്റെ മറവിലും വികാരത്തിൻ്റെ തീവ്രതയിലും ഷിയയിസത്തിൻ്റെ അപകടത്തെ മറച്ചു വെച്ചുകൊണ്ട് മുഴുവൻ മുസ്ലിം സമൂഹത്തെയും അവരുടെ ഒരു ചിന്താലോകത്തേക്ക് വലിച്ചിണക്കാനുള്ള ശ്രമങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്യന്തം ഗുരുതരമായ ഒരു വ്യതിയാനമാണ്. സത്യത്തെ സത്യമായി തിരിച്ചറിയാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും മുസ്ലിം സമുദായത്തെ ഇത്തരം ഫിത്നകളിൽ നിന്ന് സംരക്ഷിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം